കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിമാർ കെ രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവർ പ്രതിപ്പട്ടികയിൽ. പാർട്ടിയും കേസിൽ പ്രതിയാണ്. ആകെ 83 പ്രതികൾ. തട്ടിപ്പിലൂടെ പ്രതികൾ 180 കോടി സമ്പാദിച്ചുവെന്നും കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രം പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ശ്രീജിത്ത്, ഏറെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 83 പ്രതികളാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉള്ളത്. അത് വലിയൊരു ബൃഹത്തായ ഒരു കുറ്റപത്രം തന്നെയാണ്. അതിൽ പാർട്ടിയുടെ നേതൃനിരയിലുള്ള ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുതന്നെ പാർട്ടി പ്രതിയാകുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ നമുക്ക് പറയാനുള്ളത് 180 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു, അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളത്. PMLA കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ ബാങ്കിലെ രഹസ്യ ഇടപാടുകൾ വഴി CPMന്റെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ഇപ്പോൾ ED റിപ്പോർട്ടിലുള്ളത്. ഇത് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരം ഒരു നിലപാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഈ ED റിപ്പോർട്ടിൽ പറയുന്നു. അതാണ് പ്രധാനമായും ഇതിനകത്തെ ഇതിലെ ഒരു വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഈ നേരത്തെ ഈ രഹസ്യ അക്കൗണ്ടുകൾ വഴിയുള്ള വിവരങ്ങൾക്കനുസരിച്ച് മുന്നണി നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് AC മൊയ്തീനും KK രാധാകൃഷ്ണനും അടക്കമുള്ളവർ ഈ ഒരു കേസിൽ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. എന്തായാലും പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ ഇത് വലിയ രാഷ്ട്രീയപരമായി തന്നെ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഈ അന്തിമ കുറ്റപത്രം. കാരണം നേരത്തെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് ഉൾപ്പെടെയുള്ള അവിടെ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ കേസുകൾ എങ്ങും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 27 പ്രതികളെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഈ അന്തിമ കുറ്റപത്രം വന്നപ്പോൾ. അങ്ങനെയാണ് ആകെ 83 പ്രതികളുടെ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 180 കോടി എന്ന വലിയൊരു ബൃഹത്തായൊരു വലിയൊരു തട്ടിപ്പ്, ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കോടതിയിൽ കുറ്റപത്രത്തിൽ ED പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും എല്ലാം നേരത്തെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രാവശ്യം AC മൊയ്തീനെയും KK രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു നടപടി, ഒരു മൊഴികൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ് വന്നിരുന്നത്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇവരെല്ലാം 3 പേരും MM വർഗീസും AC മൊയ്തീനും K രാധാകൃഷ്ണനും പ്രതികളായിരിക്കുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന മുഖവും ഒക്കെ തന്നെയാണ്. ഈ നേതാക്കൾ ജില്ലാ സെക്രട്ടറിമാരായിട്ടിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി വലിയ രീതിയിലൊരു പ്രതിസന്ധിയാണ് ഈ കുറ്റപത്രത്തിനകത്ത് ഇവർ 3 പേരും പ്രതികളാക്കപ്പെട്ടതിലൂടെ വന്നിരിക്കുന്നത്. ശ്രീകാർത്തിക.